വിജയ മറയൂർ വ്ലോഗിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാനൊരു സാമ്പാറിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് കടലപ്പരിപ്പ്, ഇത് പട്ടാണിപ്പരിപ്പ് അറിയാം, നമ്മൾ പട്ടാണിക്കടലല്ലേ അതിന്റെ പരിപ്പ്. ഇത് തുവരപ്പരിപ്പ്, ഇത് ഉണക്കലരി, ഇത് മൈസൂർ ദാല്, കുരുമുളക്. ഇതൊക്കെ 100 ഗ്രാമാണ്, എല്ലാം 100 ഗ്രാം. ഇത് മല്ലി മുളക് വറുത്ത് വെച്ചതാ, വേറെ വേറെ വറുത്ത് വെച്ചതാ. 100 ഗ്രാം കറിവേപ്പ്, എല്ലാം കഴുകി വൃത്തിയാക്കി വറുത്ത് വെച്ചതൊക്കെ. ഇത് പരിപ്പ് വർഗ്ഗങ്ങളും ഇതൊക്കെ ഒന്ന് വറക്കാണ്ട്. ഇപ്പോൾ കടലപ്പരിപ്പ് വറവായി ഇതിലേക്ക് ഇട്ടു, ഈ പ്ലേറ്റിലേക്ക് ഇട്ടു. അടുത്തത് മൈസൂർ ദാൽ. അടുത്തത് പിന്നെ ഈ പട്ടാണി പരിപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ പട്ടാണിക്കടലൊക്കെ കഴിക്കില്ല, അതിന്റെ ആ പരിപ്പാണ് ഇത്. ഇതും കൂടി ഒന്ന് വറക്കട്ടെ. അടുത്തത് ഉഴുന്ന പരിപ്പാണ്. 4 പരിപ്പ് ഇപ്പൊ ഇതിലേക്ക് ഇട്ട്. 5-മത്തെ പരിപ്പാണ് തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്. ഇത് ഇടണമെന്നില്ല, നമ്മൾ പരിപ്പ് സാമ്പാറിൽ ഇടുന്നതിനെ കൊണ്ട്, പക്ഷെ ഞാൻ ഇട്ടുന്നുള്ളൂ. പാകത്തിന് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാമ്പാർ കൊഴുപ്പായി പോകും. അടുത്തത് ഉലുവ. ഞാൻ ജീരകം കൂട്ടാറില്ല കേട്ടോ സാമ്പാറിൽ. ചെറുപ്പത്തിലെ അമ്മ ജീരകം കൂട്ടലില്ല. ഏറെ ആളുകൾ ജീരകം ഇടും സാമ്പാറിൽ. അത് ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. ജീരകം ഇടണമെങ്കിൽ ഇടാം, അതങ്ങനെ ഒരു ടേസ്റ്റ്, ഇത് ഇങ്ങനെ ഒരു ടേസ്റ്റ്. അടുത്തത് കുറച്ച് ഉണക്കലരി കേട്ടോ, ഓവറായാലേ കൊഴുപ്പ് കൂടും. എല്ലാ പൊടികളും തന്നെ കൊഴുപ്പാ, കുറച്ചേ ഇടാൻ പാടുള്ളൂ. അടുത്തത് കുരുമുളകാണ്. ചൂടാക്കണമെന്നൊന്നുമില്ല, അങ്ങനെ ഇടട്ടോ. ഞാൻ വെറുതെ ഒന്നണ്ട് ചൂടായി, ആ ചട്ടിയിൽ നിന്ന് ഇട്ടേണെന്നുള്ളൂ. 1/2 കിലോ മല്ലിയാണിത്. അടുത്തത് 250 ഗ്രാം മുളകാണ്. ചുവന്ന മുളക്. അര കിലോ മല്ലിക്ക് 250 ഗ്രാം മുളക്. ഞെട്ടി കളഞ്ഞതാണ്, നല്ലോണം കഴുകി ഇളക്കി. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, കുറച്ച് അധികം ഉണ്ട് കറിവേപ്പില. 1 കപ്പ് കറിവേപ്പില. ചട്ടി ചൂടായി. ഞാൻ കായം വെളിച്ചെണ്ണയിലാട്ടോ പൊരിക്കണേ, വേവൂരത്. നല്ല വെളിച്ചെണ്ണ തിളക്കട്ടെ. ഇത് ഇൻഡാലിയത്തിന്റെ ചീനച്ചട്ടി, അപ്പൊ അതിലായ വേഗം പൊരിഞ്ഞ് കിട്ടും. ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കായം ഇങ്ങനെ പൊരിക്കണം. വേവാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കി മുറിച്ചത്, പീസാക്കി.
അപ്പോഴൊക്കെ ഇത് ഒട്ടിപ്പോയി കണ്ടോ. അപ്പോൾ കായം റെഡിയായി. ഇനി പൊടിക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ട് ഇതിലേക്കിട്ട് ഒന്നായിട്ട് പൊടിക്കുക. ഏതായാലും കുറേ ദിവസത്തിനേക്ക് ഉണ്ടാവും ഇത്. എന്നൊന്നും ഉണ്ടാക്കണ്ടല്ലോ സാമ്പാർ പൊടി. അങ്ങനെ ഇത് പൊടിക്കട്ടെ. അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു 2-3 മാസത്തേക്കുള്ള പൊടി ഉണ്ടാവും.